പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് 7ാമത്തെ രാവാണ്. അള്ളാഹുവെ പടച്ചവനെ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇനി ഏതാനും 5-6 ദിവസം കൂടിയുള്ളൂ റബീഉൽ അവ്വൽ 12ലേക്ക്. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന സ്വലാത്ത്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലുള്ള ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ. ഇന്ന് നമ്മളൊരു സ്വലാത്ത് പഠിക്കുന്നുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു വലിയ സമ്മാനമാണ്. മദീനയിലേക്കുള്ള ഒരു സമ്മാനമാണ് ഈ സ്വലാത്ത്. നമ്മുടെ ഈ സ്വലാത്താകുന്ന ഈ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ മദീനയിൽ നിന്നും നമുക്കൊരു ടിക്കറ്റ് കിട്ടും. അതായത് മദീന കാണാൻ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അന്ത്യവിശ്രമം കൊള്ളുന്ന, നബിതങ്ങൾ വിശ്രമിക്കുന്ന പച്ച കുബ്ബ കാണാൻ, അതുപോലെ തന്നെ ആ മദീന പള്ളി കാണാൻ, അതുപോലെ ഉംറ ചെയ്യാനൊക്കെ തൗഫീക്ക് കിട്ടാൻ, താമസിയാതെ തന്നെ നമുക്കതിനുള്ള ഭാഗ്യം കിട്ടാൻ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് പതിവാക്കിക്കോളി. ഏതാണ് ആ സ്വലാത്ത്? അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് ചൊല്ലേണ്ടത്? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന ആ മദീനയെ പറ്റിയാണ്. പൂമണി പൂമതി ത്വാഹ റസൂലിൻ കീർത്തി ഞാൻ പാടാം, പുകളുകളേറെ പൂത്തൊരു നാടിൻ കീർത്തി ഞാൻ പാടാം. പുഞ്ചിരി പൊഴിക്കുന്നു മാനത്ത് അന്നമ്പിളി, അജബുകൾ നിറഞ്ഞാടി ഉലകിലെന്ന ദിനം, ലങ്കിലുമാ ദിനമിൽ സുഹൃതങ്ങൾ നിറഞ്ഞ മദീനയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. പക്ഷെ നമ്മൾ അറിയാത്ത നിരവധി കാര്യങ്ങൾ മദീനയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മദീനയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് കേൾക്കാതെ പോയാൽ വലിയ നഷ്ടമാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും മുത്തുനബിയെ സ്നേഹിക്കാൻ, ആ മുത്തുനബിയുടെ മദീനയെ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന നല്ല ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ആ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദുആ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. നമ്മളെല്ലാവരും സ്ഥിരമായി ഓതുന്ന ഒരു സ്വലാത്തുണ്ട്, അദദു സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മദീന കാണാൻ അല്ലാഹുവേ കണ്ണ് നിറയെ കണ്ട് മുത്തായ ഹബീബിന് സലാം പറയാൻ, അവസാനം മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബഖീഇൽ അടക്കപ്പെടുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പിതാവ്, ആ പിതാവിന് 3 മക്കളാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി. പെൺകുട്ടിയെ നല്ലൊരു ഗൾഫുകാരനാണ് കല്യാണം കഴിച്ചയച്ചത്. അവർ ഫാമിലിയായിട്ട് വിദേശത്ത് സെറ്റിലാണ്. പിന്നെയുള്ളത് 2 ആൺമക്കളാണ്. അതിൽ ഒരു മോന്, മൂത്ത മകന് സർക്കാർ ജോലിയാണ്. 2ാമത്തെ മകൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ 2ാമത്തെ മകനാണ് ഈ തറവാട് വീടുള്ളത്. അപ്പോൾ തറവാട് വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്, ഒരു ചായക്കടയാണ്. ആ ചായക്കടയിൽ ചായ വിറ്റ് കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ, ഈ കുടുംബത്തിൻ്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഓരോ മക്കൾക്കുമുള്ള അനന്തര സ്വത്തുകൾ വാപ്പ വീതിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഇളയ മകനിക്ക് കിട്ടിയത് ആ വീടും പിന്നെ ആ വാപ്പ നടത്തുന്ന ചായക്കടയുമാണ്. അങ്ങനെ വാപ്പ ചായക്കട നടത്തുന്നു, മക്കൾക്ക് ബാക്കി സ്വത്തുക്കളെല്ലാം വീതിച്ചു കൊടുത്തു. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിയും തോറും വാപ്പയോടുള്ള പെരുമാറ്റത്തിൽ വല്ലാത്തൊരു
മുഷിപ്പ് ഈ മകൻ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവസാനം എവിടെ വരെ എത്തിയെന്നറിയോ? ഈ വാപ്പ ഇളയ മകന് 5000 രൂപ വാടക കൊടുത്തിട്ട് വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ വരെ എത്തി. അതായത് മകൻ പറയുന്നു, വാപ്പ എനിക്കും എൻ്റെ ഭാര്യക്കും ഒക്കെ ചിലവിന് കഴിയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വാപ്പ വേറെ എവിടെയെങ്കിലും ഒരു വീട് അന്വേഷിക്കുന്നതാണ് നല്ലത്. ഒരു മകൻ പറയുന്ന വർത്തമാനമാണ്. അവസാനം ഇത് ആളുകൾ ഇടപെട്ടു, നാട്ടുകാർ ഇടപെട്ടു, ഇത് വലിയ ചർച്ചയായി. കാരണം വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും ആ കടയും ഈ ഇളയ മകന് എഴുതി കൊടുത്തു. എന്നിട്ട് ആ മകൻ ആർത്തിമൂത്ത് എന്ന് തന്നെ പറയണം, ആർത്തിമൂത്ത് വാപ്പയോട് പറഞ്ഞത്, വാപ്പ 5000 രൂപ വാടക തന്നാൽ ഈ കടയിൽ വാപ്പാക്ക് ജോലി ചെയ്യാം. എവിടം വരെ എത്തി മക്കളുടെ അവസ്ഥ? എന്നിട്ട് ആ വാപ്പ കുറച്ച് പൈസ കൂട്ടി വെച്ചിരുന്നു. എന്നിട്ട് ആ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഉംറക്ക് പോവാൻ എത്ര പൈസയാണ് വേണ്ടത്? ഉസ്താദ് പറഞ്ഞു 84,000 രൂപയാണ്. ഞാൻ ഏകദേശം 80,000 രൂപയോളം എൻ്റെ കടയിൽ നിന്നും കിട്ടിയ പൈസ ഞാൻ മാറ്റി ഏകദേശം 80,000-ഓളം രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മക്കളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ഉംറക്ക് പോകണം, എനിക്ക് അള്ളാൻ്റെ ഹബീബിൻ്റെ മദീന ഒന്ന് സിയാറത്ത് ചെയ്യണം. ആ ഉസ്താദ് ബാക്കി പൈസ കൂടി സംഘടിപ്പിച്ച് ആ വാപ്പക്ക് കൊടുത്തിട്ട് ആ വാപ്പയെയും കൊണ്ട് ഉംറക്ക് പോവുകയാണ്. ആ വാപ്പ ഉംറക്ക് പോകുമ്പോൾ ഉസ്താദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദെ ഞാനിനി എൻ്റെ നാട്ടിലേക്ക് വരില്ല, ഞാനിനി എൻ്റെ നാട്ടിലേക്ക് വരുന്നില്ല, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവുകയാണ്. അവസാനം ഇദ്ദേഹം ഉംറക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതാണ്. ആ ഭാര്യ ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടെ വെച്ച് ഇങ്ങനെ പറയുന്ന വർത്തമാനമുണ്ട്, മോളെ ഞാൻ ഇൻഷാ അള്ളാഹ് നിൻ്റെ അടുക്കലേക്ക് വരികയാണ്, പക്ഷേ ഞാൻ ഈ നമ്മുടെ പള്ളിക്കാട്ടിലല്ല എന്നെ ഖബറടക്കം ചെയ്യപ്പെടുന്നത്, എന്നെ ഇൻഷാ അള്ളാഹ് മദീനയിലായിരിക്കും, മുത്തായ ഹബീബിൻ്റെ ചാര, ആ മദീന മുനവ്വറയുടെ ചാരയായിരിക്കും എൻ്റെ ഖബർ ഉണ്ടാവുക, നമുക്ക് അവിടെ വെച്ച് കാണാം, നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ എന്നൊക്കെ ഒരു നേരിട്ട് ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അദ്ദേഹം സംസാരിച്ചിട്ടാണ് അദ്ദേഹം ഉംറക്ക് പോകുന്നത്. ഈ ഉസ്താദ് പറഞ്ഞ അനുഭവമാണ്. അങ്ങനെ ഇദ്ദേഹം ഉംറക്ക് വേണ്ടി മക്കയിൽ ചെന്ന് ഉംറ കർമ്മമെല്ലാം കഴിഞ്ഞിട്ട് നേരെ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിൽ ചെന്നു. ഏകദേശം മദീനയിൽ 4 ദിവസമാണ് അന്ന് ഉംറ ചെയ്യുന്ന ആളുകൾക്ക് മദീനയിൽ താമസിക്കാൻ വെറും 4 ദിവസമേ കിട്ടുള്ളൂ. 1-ാമത്തെ ദിവസമായി അങ്ങ് അദ്ദേഹം പരിശുദ്ധമായ മദീന മുനവ്വറയുടെ ആ പച്ചക്കുബ്ബയും നോക്കിയിട്ട് ഇങ്ങനെ കണ്ണീരോടെ ദുആരക്കുകയാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലുകയാണ്. ഒരുപാട് കരഞ്ഞ് 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം കഴിഞ്ഞു, 4-ാമത്തെ ദിവസം ഉസ്താദ് പറഞ്ഞു, നമ്മൾ ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ മദീന വിട്ട് പോവുകയാണ്, ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മൾ പോകും, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനമായി മുത്തായ ഹബീബിൻ്റെ ആ റൗദാ ഷരീഫ് കാണാൻ വേണ്ടി പോവുകയാണ്, എല്ലാവരും മനസ്സ് തുറന്ന് ദുആരക്കിൻ എന്നൊക്കെ ആ ഉസ്താദ് പറഞ്ഞു. അവസാനം മദീനയിൽ നിന്നും വിട പറയുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പിതാവ് അവിടെ ചെന്നിട്ട് അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. ഒരുപാട് നേരം കരഞ്ഞു ദുആ ചെയ്തു. സുജൂദിൽ കിടന്ന് ഒരുപാട് നേരം കരഞ്ഞു ദുആരന്നു. എന്നിട്ട് ആ പച്ചക്കുബ്ബ കാണുന്ന രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നു. ഒരുപാട് സ്വലാത്ത് ചൊല്ലി അവസാനം ഉസ്താദ് വന്ന് പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് റൂമിലേക്ക് പോവാം, നമുക്ക് ലഗേജുകൾ എടുത്തു വെക്കാം. അദ്ദേഹം അതാ മദീന പള്ളിയിൽ നിന്നും പതിയെ ഇറങ്ങി അദ്ദേഹം റൂമിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അദ്ദേഹത്തെ ആ മദീന പള്ളിയുടെ പരിസരത്ത് തന്നെ മറമാടപ്പെട്ടു. മനസ്സിന് എത്രമാത്രം ആഗ്രഹം നമുക്കുണ്ടോ അത്രമാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് മദീനയെ ഇഷ്ടപ്പെടാനും മദീനക്ക് നമ്മളെ തിരിച്ചിഷ്ടപ്പെടാനും പറ്റുമെന്നാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നത് മദീനയെ പറ്റിയാണ്. നമ്മളൊക്കെ മദീനയിൽ പോയവരാണ്. പോകാത്ത ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നമ്മുടെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗളാ ഷരീഫ് മദീന മുനവ്വറ കാണാൻ, കണ്ണ് നിറയെ കാണാൻ, കൽബ് നിറയെ കാണാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ പടച്ചവനെ ഈ മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ വരുന്നൊരു വരമുണ്ട്. മക്കയിൽ നിന്നും തൻ്റെ 53-ാമത്തെ വയസ്സിൽ നബിതങ്ങൾ മദീനയിലേക്ക് വരുന്നൊരു വരവുണ്ട്. ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ
അയ്യൂഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംറിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. പർദീസയാകുന്ന മദീന താഴ്വരകളെ, അതാ നിങ്ങളിലേക്ക് വരുന്നു, നമ്മളിലേക്ക് വരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ നിങ്ങൾക്ക് സ്വാഗതം, മുത്തുനബിയെ താങ്കൾക്ക് സ്വാഗതം, സത്യത്തിൻ്റെ ദൂതരെ താങ്കൾക്ക് സ്വാഗതം, സൂര്യ തേജസ്സേ താങ്കൾക്ക് സ്വാഗതം എന്നുള്ള ബൈത്ത് പാടിയിട്ടാണ് അന്നത്തെ അൻസ്വാരിങ്ങൾ പരിശുദ്ധരായ മുത്ത് ഹബീബിനെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും സ്വാഗതം ചെയ്തതെങ്കിൽ, എൻ്റെ മുഅ്മിനീങ്ങളെ, പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. നമ്മളെല്ലാവരും മൗലിദ് ഓതുന്നവരാണല്ലോ. റബ്ബേ പടച്ചവനെ, ഞങ്ങളുടെ മൗലിദിൻ്റെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. മദീനയോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ച് തരണേ അല്ലാ. പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇപ്പോൾ പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, ഞങ്ങൾ റബീഉൽ അവ്വൽ 12-നൊക്കെ എവിടെ മദീനത്തായിരിക്കും ഉസ്താദ് ദ്വാരക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉംറയിലുള്ള അല്ലെങ്കിൽ മദീനത്തുള്ള സഹോദരിമാരുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം ദ്വാരക്കാൻ ഞങ്ങളും വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് താമസിയാതെ നമുക്കും അവിടെയൊക്കെ വന്ന് പരിശുദ്ധമായ ഉംറ ചെയ്യണം. അതുപോലെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര വന്നിട്ട് നല്ലതുപോലെ സലാം പറയാനും, അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ പറയാനും, അവിടത്തേക്ക് ഒരുപാട് മദ്ഹുകൾ പറയാനൊക്കെ തൗഫീഖ് കിട്ടാൻ പ്രത്യേകം ദ്വാരക്കണം. എൻ്റെ ഉമ്മമാരെ, നിങ്ങളൊക്കെ എപ്പോഴേ മനസ്സിൽ കരുതി വെക്കുക. കാരണം നമ്മുടെയൊക്കെ മക്കൾ അല്ലാഹു തആല മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കട്ടെ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലമാണ്. നമ്മളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ എങ്ങനെ നോക്കും, എങ്ങനെ എത്രമാത്രം നല്ലതുപോലെ നോക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളൊക്കെ നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അള്ളാഹു തആല നമ്മളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി മാറ്റട്ടെ. അതുപോലെ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് മക്കത്ത് പോകണം, മദീനത്ത് പോകണം, അതുപോലെ തന്നെ മുത്തായ ഹബീബിൻ്റെ റൗദ കാണണം. ആ ഒരു നെയ്യത്തിൽ ഒരു ഉംറയെങ്കിലും ചെയ്യണം, അല്ലെ? ഹജ്ജ് ഇപ്പോൾ ഒരു ലക്ഷങ്ങൾ വേണമായിരിക്കും. അപ്പോൾ ഈ ഉംറക്ക് പോകാൻ നമുക്ക് 1 ലക്ഷത്തിൽ താരെ പൈസ തൽക്കാലം മതിയാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ചെറിയൊരു ഹലാലായ ചിട്ടി ഉണ്ടാകും. ചിട്ടി പലതും പലിശ ഇടപാടുള്ളതാണ്. പലിശ ഇടപാടില്ലാത്ത ഒരു ചിട്ടി കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന മാസം 5,000 രൂപയോ 2,000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ കൊടുക്കുന്ന ഒരു ചിട്ടി കൂടിയിട്ട് നമുക്ക് അതിലേക്ക് പൈസ ഇടുക. ഇട്ടിട്ട് അവസാനം ഒരു 80,000 85,000 രൂപയൊക്കെ ആകുമ്പോൾ, 1 ലക്ഷം രൂപയാകുമ്പോൾ അതൊക്കെ പിൻവലിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഉംറക്ക് പോകണം. ഉംറക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധമായ കഅബ പിടിച്ചിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് അല്ലാഹു തആല പുറത്ത് ശുദ്ധിയാക്കി തരണം. ആ ഒരു നിയ്യത്ത്. അതുപോലെ തന്നെ മദീന പള്ളിയിലേക്ക് ചെന്നിട്ട് അവിടെ 2 റക്അത്ത് നമസ്കരിച്ച്, അല്ലേ? മദീനയെ പറ്റി പറയുന്നത് ലോകത്തെ ഏറ്റവും ഫളീലത്തുള്ള സ്ഥലം അത് മദീനയാണ്. ഒരുപക്ഷെ മക്കയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് മദീനക്കാണെന്നാണ്. ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിൽ വലിയൊരു സംഘട്ടനമുണ്ടായ ഒരു ചരിത്രം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആകാശവും ഭൂമിയും തമ്മിൽ ഭയങ്കര ഒരു സംവാദം നടക്കുകയാണ്. ആകാശം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഭൂമിയെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുകയാണ്. ആകാശം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ കുർസ്, ലൗഹ്, ഖലം, സ്വർഗം, നരകം, മലക്കുകൾ, ഹൂർലിങ്ങൾ എല്ലാം ഉള്ളത് എൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ പവർ ഉള്ളത്. അപ്പോൾ ഭൂമി പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, ഇന്ദലി മുഹമ്മദ് മുസ്തഫ, എൻ്റെ ഉള്ളിലാണ് മുത്തുനബി ഉള്ളത്, ആ മുത്തുനബി കിടന്നുറങ്ങുന്ന മദീനയും ഉള്ളത് എൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആകാശം നാണിച്ച് തല താഴ്ത്തി നിന്നു എന്ന് നമുക്ക് ഖുർത്തുബി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് മദീന, അത് വല്ലാത്തൊരു അനുരാഗമാണ്, വല്ലാത്തൊരു സ്നേഹമാണ്. മദീനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. യഥരിബ് എന്നായിരുന്നു മദീനയുടെ പഴയ പേര്. യഥരിബ് എന്ന് പറഞ്ഞാൽ ഒരു ദുശകുനം എന്നാണ്. അപ്പോൾ നബി തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, യഥരിബ് അല്ല, ഇന്ന് മുതൽ ഈ ഒരു പട്ടണത്തിൻ്റെ പേര് മദീനത്തുർ റസൂൽ. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടണമാണ്. മദീന എന്ന് ലോകത്താദ്യമായി ഒരു പേര് വന്ന ആ ഒരു സ്ഥലമാണ് മദീന. ഇന്ന് നമ്മുടെ മദീന, അല്ലെ? മദീന എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം പട്ടണം എന്നാണ്. എറണാകുളം പട്ടണം എന്ന് പറയാറുണ്ട്, കൊല്ലം പട്ടണം എന്ന് പറയാറുണ്ട്, തിരുവനന്തപുരം പട്ടണം എന്ന് പറയാറുണ്ട്, പാലക്കാട് പട്ടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പട്ടണം എന്ന് പറയുമ്പോൾ അത് പട്ടണം, മദീന എന്ന് പറയുമ്പോൾ
നമ്മളതിൻ്റെ ആദ്യം തന്നെ ഒരു പേര് ചേർക്കണം. ഇപ്പോൾ എറണാകുളം പട്ടണം അല്ലാതെ വെറുതെ പട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എറണാകുളം ജംഗ്ഷൻ, അല്ലെങ്കിൽ എറണാകുളം പട്ടണം, അല്ലെങ്കിൽ കൊല്ലം പട്ടണം, അങ്ങനെ നമ്മൾ ഏതാണോ സ്ഥലം അത് ചേർത്ത് പറയണം. പക്ഷേ പട്ടണം, പട്ടണങ്ങളുടെ പട്ടണം, അതാണ് മദീന. മദീന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നേരെ പോവുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്, അല്ലേ? മദീന അത്ഭുതമാൻ, മദീന അത്ഭുതമാൻ, മദീന ആശ്വാസമാൻ, മദീന ആനന്ദമാൻ, മദീന അനുരാഗമാൻ, മദീന അനുഗ്രഹമാണ്, മദീന ആവേശമാണ്. മദീന എന്ന് പറഞ്ഞാൽ അതൊരു അസുലഭ മുഹൂർത്തമാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. നമുക്കും മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് പോവാൻ എന്താണ് ചെയ്യേണ്ടത്? മുത്തായ ഹബീബിനെ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ നമുക്ക് എന്താണ് വഴി? ഒരൊറ്റ വഴിയേ ഉള്ളത്, സ്വലാത്ത് അധികരിപ്പിക്കലാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് തരണയല്ലാ. അല്ലാഹുവേ, സ്വലാത്ത് ചൊല്ലി ചൊല്ലി അവസാനം മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട് അവസാനം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ലാ. മദീന എന്ന് പറഞ്ഞാൽ അത് നിശബ്ദമായ ഒരു പട്ടണമാ, ശാന്തനാവേണ്ട പട്ടണമാ, ശാന്തമായ ഒരു പട്ടണമാ. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ 2 ചെറുപ്പക്കാർ മദീന പള്ളിയുടെ പരിസരത്ത് വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളം, ഭയങ്കര ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാട് എടുക്കുമ്പോൾ മഹാനായ ഉമർ തങ്ങൾ തൻ്റെ അരയിലിരുന്ന ചാട്ടവാർ ഊരിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആരാണ് നിങ്ങൾ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു, ആരാടാ നിങ്ങൾ? ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ മദീനക്കാരല്ല, നഹ്നു മിന ത്വായിഫീൻ, ഞങ്ങൾ ത്വായിഫിൽ നിന്ന് വന്നവരാണ്. ആ സമയത്ത് മദീനക്കാരല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു, മദീനക്കാരെങ്ങാനമായിരുന്നെങ്കിൽ നിങ്ങളെ ചാട്ടവാറ് കൊണ്ട് ഞാൻ അടിക്കുമായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അല്ലേ? പൂമണി പൂമതി ത്വാഹ റസൂലിൻ കീർത്തി ഞാൻ പാടാം, പുകളുകളേറെ പൂത്തൊരു നാടിൻ കീർത്തി ഞാൻ പാടാം, പുഞ്ചിരി പൊഴിക്കുന്നു മാനത്ത് അന്നമ്പിളി, അജബുകൾ നിറഞ്ഞാടി ഉലകിലെന്ന ദിനം, ലങ്കിലുമാദിനമിൽ സുഹൃതങ്ങൾ നിറഞ്ഞതുമാദിനമിൽ. മദ്രസയിൽ പാടിയ പാട്ടാണ് ഇതൊക്കെ. പിന്നൊരു പാട്ട് ഞാൻ കഴിഞ്ഞ വർഷം, എൻ്റെ മുമ്പത്തെ വർഷമൊക്കെ പാടിയതാണ്. ഞാൻ മദീനത്ത് ചെന്ന് അൽഹംദുലില്ലാ ഞാൻ ഈ പാട്ട് പാടി എൻ്റെ കൂടെയുള്ള ഉംറയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളോടൊപ്പം. അതുപോലെ തന്നെ ഞാൻ മദ്രസയിൽ പാടി, ദർസിൽ പാടിയ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് മദീനയെപ്പറ്റി പാടാനാണ് അറിയാവുന്നത്, വേറെ പാട്ടൊന്നും അറിയില്ല. പാടുമ്പോൾ തന്നെ ഈ ഒരു പാട്ടേ ഉള്ളൂ, നമുക്ക് കേട്ട് പരിചയമുള്ളൊരു പാട്ടാണ്. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന, മോഹം മദീന മഹ്ബൂബിൻ മദീന, അനുരാഗം മദീന കനിവേകും മദീന, ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇനിയുള്ള വരിയാണ് വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു വരിയാണ്. ഒരു കവി പറയുന്നത്, നമ്മളൊരു പക്ഷിയെ പോലെ പറന്നു പറന്നു മദീന പോവണം, ചിറകൊടിഞ്ഞ് റൗളാ ശരീഫിൽ കൂടണം, അന്ത്യമങ്ങ് ജന്നത്തുൽ ബഖീഇലാവണം, തിരുമുത്തിൻ കൂടെ സുവർഗം പൂകണം, കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ. അതായത് പറന്ന് പറന്ന് ഞാനൊരു പക്ഷിയെപ്പോലെ മദീനയിൽ ചെന്ന് ചിറകൊടിഞ്ഞ് എൻ്റെ റൗളാ ഷരീഫിൽ വീഴണം. പിന്നെ എനിക്ക് ചിറകൊടിഞ്ഞ പക്ഷി എന്ന് പറഞ്ഞാൽ പിന്നെ പറക്കാൻ പറ്റൂല. അതായത് ഞാൻ മദീനയിൽ തന്നെ കൂടണം. അവസാനം ഞാൻ ചിറകൊടിഞ്ഞ് എനിക്ക് പറക്കാൻ പറ്റാതെ ഞാൻ മദീനയിൽ തന്നെ മരണപ്പെട്ട് ആ മദീന മണ്ണിൽ തന്നെ എന്നെ മറമാടണം. അല്ലാഹുവേ, വല്ലാത്തൊരു വരിയാൻ. ഇന്നിൽ തിയാരി ഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയിൽ മുഹ്തറം. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരൻ്റെ കൂട്ടത്തിലുണ്ടോ? മുത്തുനബിയോട് ഒരുപാട് സ്വലാത്തുകൾ മദീന കുബ്ബയിലേക്ക് പറഞ്ഞയക്കുന്നവരുണ്ടോ? അതുപോലെ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്ത് ഹബീബിനെ സ്വപ്നം കാണാൻ താല്പര്യമുള്ള എത്രയോ ഉമ്മമാരുണ്ട്. അതിനുവേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഉമ്മമാർക്ക് ഒരു സ്വലാത്ത്
പറഞ്ഞു തരാം. ഈ സ്വലാത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും മാത്രമല്ല മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ താമസിയാതെ നമുക്കും മദീനയിൽ ചെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാര ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ ഭാഗ്യം കിട്ടാനും പറ്റിയൊരു സ്വലാത്ത് എൻ്റെ ഉമ്മച്ചിമാർക്കും എൻ്റെ വാപ്പാമാർക്കും ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ന് തന്നെ ചൊല്ലി തുടങ്ങിക്കോ. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം. എല്ലാ സ്വലാത്തും പറ്റുന്നത് പോലെ നിങ്ങൾ ചൊല്ലുക. ഏത് സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉത്തരം കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ഏറ്റുപിടിച്ചോ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ലാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. മുത്തുനബിയേ, എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ താങ്കളെ കാണാൻ പറ്റാത്ത വിഷമമാ. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ മദീനയിൽ വരാൻ പറ്റാത്ത ദുഃഖമാ. എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മദീന കാണാനുള്ള ആഗ്രഹമാ. താങ്കളെ സ്വപ്നത്തിലൊന്ന് കാണാനുള്ള ആഗ്രഹമാണ്. അല്ലാഹുവേ, മുത്തായ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് തരണേ അല്ലാ. സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ലാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. ഒരു പ്രാവശ്യം കൂടി ചൊല്ലിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ലാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മദീനയിൽ ചെല്ലാൻ നീ തൗഫീക്ക് തരണേ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മുത്ത് ഹബീബിനെ ഞങ്ങൾ പിൻപറ്റുന്നുണ്ട്. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ഈ സ്വലാത്ത് എല്ലാ നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാലാണ് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുക എന്ന് ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്ന ഈ ഒരു സ്വലാത്ത് നിത്യമാക്കാൻ നമ്മൾ മറന്നു പോവരുതേ. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിങ്ങനെ സ്നേഹിക്കാൻ, നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കി തരാനുള്ള കാരണം അത് മുത്തായ റസൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.